പണി അറിയാവുന്ന ഒരാളുടെ അടുത്ത് ഈ പണിയാണെന്നുണ്ടെങ്കിൽ പണി അറിയാൻ മേലാത്ത ആൾക്കാരോട് എങ്ങനെയായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. അതാ ഞാൻ പറയാം, വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടി അവരുടെ ഫേസ് കാണിച്ച് വീഡിയോ ഇട്ട് തന്തയില്ലായ്മയായിപ്പോയി. ഇത് എൻ്റെ വീട്ടിൽ, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും. കേട്ടല്ലോ, അതിൽ ഞാൻ മറുപടി പറഞ്ഞുതരാം. കാരണം അത് നല്ലൊരു ചോദ്യമായിരുന്നു കേട്ടോ. വന്ന ആൾക്കാരെ മറുപടി പറയും, ഈ കസ്റ്റമർ കെയർ ഇരിക്കുന്ന ആർക്കാ പണി അറിയാമെന്നൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ ഈ പണി അറിയാവുന്നൊരു വ്യക്തി ആയതുകൊണ്ടും ഞാൻ നോക്കിയതുകൊണ്ടും എനിക്ക് ഈ കാര്യം കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇത് ബാക്കിയുള്ളവർ നോക്കിയില്ലെങ്കിലോ? ഇറ്റ് സീംസ് ലൈക്ക് വി ഹാവ് ടു ലേൺ എവറിത്തിങ് ourselves in order to survive. കാരണം നിങ്ങളുടെ വീട്ടിലും നാളെ ഇതുപോലെ വാഷിംഗ് മെഷീൻ നന്നാക്കാൻ വരും, ഫ്രിഡ്ജ് നന്നാക്കാൻ വരും, എന്ത് നന്നാക്കാൻ വരുന്ന സമയത്തും. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഞാനൊരു കമൻറ്റ് വായിച്ചു തരാം, എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക. യൂട്യൂബേഴ്സ് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഒഴിവാക്കില്ല. കസ്റ്റമറുടെ മുമ്പിൽ വെച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രോബ്ലമാണ്. വർക്ക്ഷോപ്പിൽ വെച്ച് ചെയ്യണം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാംസങ് ഗ്രൂപ്പുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ആരോ ചെയ്തൊരു കാര്യമാണ്. ഇത് ഒന്നല്ല, കുറച്ചേറെ കമൻറ്റ്സ് ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എനിക്ക് റീച്ച് കൂടാനോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഓട്ടോമൊബൈൽ കണ്ടൻസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കണ്ടൻസ് ഫുൾ ഓട്ടോമൊബൈലാണ്. എല്ലാവരും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ പണി അറിയാവുന്ന ഒരാളുടെ അടുത്ത് ഈ പണിയാണെന്നുണ്ടെങ്കിൽ പണി അറിയാൻ മേലാത്ത ആൾക്കാരോട് എങ്ങനെയായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ബുദ്ധിയുള്ളവർ ചിന്തിക്കുക, അതേ ഞാൻ പറയത്തുള്ളൂ. അല്ലാത്തവർ എന്ത് വേണം ചെയ്യട്ടെ. ഞാൻ ഇതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷൻ ഒന്ന് എടുത്ത് എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. അതായത് എനിക്ക് വന്നിരിക്കുന്ന കമൻറ്റ്സ്, അതായത് ഞാൻ സാംസങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അവർ ഈ വീട്ടിൽ വന്ന് എനിക്കൊരു സർവീസ് റിലേറ്റഡ് ആയിട്ട് ചെയ്തതിനകത്തൊരു പ്രോബ്ലം ഞാൻ ചൂണ്ടിക്കാണിച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം. അതും ഞാൻ ഇടണമെന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. നാളെ ഒരു സമയത്തൊരു കംപ്ലയിൻറ്റ് വന്നാൽ, അതായത് ഈ ബെയറിംഗ് അടിച്ചു ഊരുന്നത് കണ്ടപ്പോഴേക്കും ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ച് വേറൊന്നും കൊണ്ടല്ല, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ഇതിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആരോട് ചെന്ന് പറയും? ചോദിക്കുന്ന സമയത്ത് അവർ പറയും ഇത് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല, അവർ പ്രോപ്പറായിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു കൊടുക്കാം. പ്ലാസ്റ്റിക് ഹാമർ യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് മെറ്റൽ ഹാമർ കൊണ്ട് ബെയറിംഗ് അടിച്ചു ഊരുന്നത് വ്യക്തമായിട്ട് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ചില കമൻറ്റ്സ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് പറഞ്ഞുതരാം, നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് അതിനകത്ത് ശരത് ബാബു, ഞാൻ പറഞ്ഞു തന്ന ആളുടെ ഫസ്റ്റ് ആളുടെ പേര് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ഇവിടെ താഴെയും കൂടെ കൊടുത്തേക്കാം. അഖിലേഷ് 239 ആണ് പറഞ്ഞിരിക്കുന്നത്. യൂട്യൂബേഴ്സ് കണ്ടന്റ് ഉണ്ടാക്കുള്ളൂ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അതിൻ്റെ അടുത്ത ഞാൻ പറഞ്ഞുതരാം. ശരത് ബാബു, ഒരു കണ്ടന്റ് ഒപ്പിക്കാൻ ചേട്ടൻ വല്ലാതെ ബുദ്ധിമുട്ടിയല്ലേ? ഇത് കണ്ടന്റ് ഒപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. അങ്ങനെ വിചാരിച്ച് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് കണ്ടന്റ് ഒപ്പിക്കലല്ല, എല്ലാവരും അറിയണം. കാരണം സാധാരണ വ്യക്തിക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കാരണം നമ്മളിതെല്ലാം ഇങ്ങനെ അഴിച്ചു പറിച്ചൊക്കെ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇതറിയാൻ മേലാത്ത ഒരാളുടെ കാര്യം എന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ വാഷിംഗ് മെഷീൻ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രിഡ്ജ് കാണും. ഓരോ കാര്യങ്ങളിലും വന്ന് റിപ്പയർ ചെയ്യുന്ന ആൾക്ക് എന്ത് ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരുപാട് പേര് ഇതിനകത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കമൻസിലൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടായിരുന്നു. അതായത് ഇവർക്ക് യൂണിഫോം ഇല്ല, ഇവർ സാംസങ്ങിൻ്റെ തന്നെ സ്റ്റാഫാണോ? പക്ഷേ അത് വളരെ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇവർ സാംസങ്ങിൻ്റെ സ്റ്റാഫ് അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വരേണ്ട കാര്യമുണ്ടോ എന്ന് വ്യക്തമായിട്ട് എന്നോട് ചോദിക്കുന്ന കാര്യം. പിന്നെ ഇവരുടെ സാംസങ്ങിൻ്റെ ഗ്രൂപ്പ് ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചായിരുന്നു ഈ കാര്യം പറഞ്ഞുകൊണ്ട്, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞുകൊണ്ട്. ഞാനിത് കളയുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഇപ്പോഴും ഇവർ ക്ലിയർ ആയിട്ടില്ല. ആദ്യത്തെ ഒരു ഫോളോ അപ്പ് അല്ലാതെ പിന്നെ ഒരു ഫോളോ അപ്പും കണ്ടിട്ടില്ല. ഓക്കെ, ഈ വീഡിയോയിൽ അവന്മാർ ഫുൾ അഹങ്കാരമാണ് കാണിക്കുന്നത്. പണിയും അറിയില്ല, ജാടയാണെങ്കിൽ അങ്ങ് കൊമ്പത്തും. വെറുതെ പാവം, ശമ്പളമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കല്ലേ. പറ്റില്ല എങ്കിൽ വേറെ പണിക്ക് പൊക്കോണം. നല്ല കാര്യങ്ങളാണ്. ഇത് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെയും സപ്പോർട്ട് ചെയ്തോ മോശപ്പെടുത്തിയോ ഒന്നും പറയുന്നതല്ല. കാരണം നിങ്ങളെല്ലാം കണ്ടു, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ പകർത്തിയത്. ശരിക്കും അത് ആദ്യം എൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണെങ്കിൽ പിന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യം, എനിക്ക് പണി അറിയാമെങ്കിൽ ഈ പണി അറിയാൻ മേലാത്ത ഒരു വീട്ടമ്മയുടെ അടുത്താണ് ഇതുപോലെ കാണിക്കുന്നതെങ്കിൽ 2 സ്ക്രൂ ഇട്ടുള്ളൂ. ഈ റിപ്പയർ കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് പിന്നെയും കംപ്ലൈൻ്റ് ആയി, അവർ കാശ് മുടക്കി മാറണ്ടേ? ഇപ്പോൾ എന്നെ ഇപ്പം സാംസങ്ങിൽ നിന്ന് അവർ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് എനിക്ക് 1 വർഷത്തേക്കും കൂടെ എക്സ്റ്റൻഡ് വാറണ്ടി തരാം, ഡ്രം വാഷ് ചെയ്യാനുള്ള തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓഫേഴ്സാണ് വന്നിരിക്കുന്നത്. ഓഫറിൻ്റെ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതുപോലെ ഓരോ കാര്യങ്ങൾ അവർ പറയണമെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവരുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് എന്താണെന്നുള്ളത്. ബാക്കിയുള്ളതും കൂടെ ഞാനിപ്പോൾ വായിച്ച് പറഞ്ഞു തരാം. അടുത്തത്, ചേട്ടൻ ട്വിറ്ററിൽ സാംസങ്ങിനെ ടാഗ് ചെയ്തിട്ടു. ഓക്കെ, നല്ല കാര്യമാണ്. സാംസങ് സ്ഥിരം പ്രോബ്ലമാണ്. ഈ കാസ്റ്റ് അയൺ ഇഷ്യൂ എനിക്ക് 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ വന്നു. ഇതുപോലെ തന്നെ ഇഷ്യൂ ബോഷ് ഡിഷ് വാഷർ സർവീസ് പ്രശ്നമാണ്.
ആണ്. ഓക്കെ, നല്ല കാര്യങ്ങൾ ഓരോന്നോരോന്ന്. അത് കാരണം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ ഇതിനകത്തോട്ട് നമുക്കറിയാൻ സാധിച്ചു. ഈ ഒരു കാര്യം ഒരുപാട് പേർക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ കണ്ടതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങളുടെ വീട്ടിൽ ഇവർ സർവീസിന് വരുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പേടി ഉള്ളിൽ കാണും. ബാക്കിയുള്ളവർ ഇത് കണ്ടിട്ടുണ്ട്, അവർക്കറിയാം ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതറിയാം. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. ആ പുറയുള്ള 2 സ്ക്രൂ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ 6 സ്ക്രൂ അവർ ഇടാതെ പോയത്, 2 സ്ക്രൂ ഇട്ടിട്ട് പോയിട്ടുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് കൊണ്ടിട്ടിരിക്കുന്ന പഴയ തുരുമ്പിച്ച 2-3 സ്ക്രൂ ആയിട്ടിരിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. അറിയാവുന്നവനിട്ട് ഈ പണിയാണെന്നുണ്ടെങ്കിൽ അറിയാൻ മേലാത്തവൻ എന്ത് പണി കിട്ടിക്കാണോന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. അടുത്ത വായിക്കാം. ഞാനൊരു സർവീസ് ടെക്നീഷ്യനാണ്. വാട്ടർ പ്യൂരിഫയർ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് 10 തൊട്ട് 15 മിനിറ്റ് എടുത്ത് ചെക്ക് ചെയ്ത് ലീക്കേജ് ഓർ എനി അതർ ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കിയിട്ട് സൈറ്റിൽ നിന്നും പോകാറുള്ളൂ. വളരെ നല്ല കാര്യം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിനോട് നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ പറയാം നമ്മൾ കുറച്ച് കഴിഞ്ഞ് വരാം, എനിക്കിപ്പം സുഖമില്ല, അല്ലെങ്കിൽ മേല, ബാക്കി വർക്ക് അവിടെ ഇരുന്നോട്ടെ, അടുത്ത ദിവസം ഞാൻ വന്ന് തീർക്കാം എന്ന് പറയുന്ന ഒരു മര്യാദ, മാന്യത. ഇത് പറഞ്ഞ ആളുടെ പേരും കൂടി ഞാൻ പറഞ്ഞേക്കാം. അതുൽ രാജ് 8094 ആണ് പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല കാര്യം. ബിക്കോസ് ഇൻ സർവീസ് ഫീൽഡ് വി ഹാവ് ടു മോർ കോഷ്യസ് ആൻഡ് വെരി കെയർഫുൾ. എ സ്മോൾ മിസ്റ്റേക്ക് ക്യാൻ കോസ് ഹെവി ഡാമേജ്. കറക്റ്റാണ്, വളരെ വളരെ കറക്റ്റാണ്. ആ ബെയറിങ് അടിച്ചൂരിയ സമയത്ത് അത് മര്യാദയ്ക്കാണ് അത് പുള്ളറിന് പുഷ് ചെയ്ത് എടുത്തിരുന്നെങ്കിലും, പ്രസ് ചെയ്ത് മര്യാദയ്ക്ക് ആ ബെയറിങ് ഇട്ടിരുന്നെങ്കിൽ എത്ര വർഷം കിടന്നേനെ. ഇപ്പം ഡ്രമ്മിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് മാറി, പക്ഷേ ഇനി അടുത്ത് മാറുന്ന ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പിക്കാം, എനിക്കത് ഉറപ്പുണ്ട്. ഡാമേജ് ഓൾറെഡി സ്ട്രെസ്ഫുൾ വർക്കാണ്. പിന്നെയും കസ്റ്റമേഴ്സിൻ്റെ വായിലിരിക്കുന്നത് കൂടി കേട്ട് വെറുതെ പോകും ലൈഫ്. അവരുടെ കുറ്റം പറയാൻ പറ്റില്ല. ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതല്ലേ ഞാൻ. കറക്റ്റാണ്, വളരെ വളരെ കറക്റ്റാണ്. ഞാനും ഇങ്ങനെ റിയാക്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ കമ്പനിയിൽ ഒരു ട്രെയിനിയെ സെറ്റിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. കമ്പനി തന്നെയാണ് കാരണം. എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് മോർ സാലറി കൊടുക്കണം. സോ ന്യൂ പിള്ളേർ എടുത്ത് പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ ഫീൽഡിൽ വിടും. സർവീസ് ടെക്നീഷ്യൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്മോൾ സജഷൻ, ഓൾവേസ് പ്രോപ്പർലി ചെക്ക് ദ മെഷീൻ ബിഫോർ ലീവിങ് ദ സൈറ്റ്. വളരെ നല്ലൊരു പോയിൻ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞിരിക്കുന്നത് അതുൽ രാജാണ്. നല്ല കാര്യം. കാരണം ഈ പറഞ്ഞൊരു കാര്യം അതുലിൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കാര്യമാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേഴ്സണലായിട്ട്. കാരണം എന്താണെന്ന് പറയുക, ഇതുപോലത്തെ ആൾക്കാർ സർവീസിന് വരികയാണ്, നമുക്കൊന്നും പേടിക്കണ്ട, അടുത്ത് പോലും നിൽക്കണ്ട, നമുക്ക് പോകാം എന്ന് തന്നെ ഞാൻ പറയും. അടുത്തയാൾ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് മെയിൽ സാംസങ്, ദിസ് ഈസ് നോട്ട് ഒഫീഷ്യലി സാംസങ് സ്റ്റാഫ്. കറക്റ്റാണ്. കാരണം ആ വന്നയാൾക്ക് യൂണിഫോം പോലും ഇല്ലായിരുന്നു. ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇട്ടേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. അവർ കാണിക്കുന്ന ഓരോ പരിപാടികളും ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തയാൾ പറഞ്ഞിരിക്കുന്നത്, ബ്രോ സാംസങ് ടെക്നീഷ്യൻ ആണെങ്കിൽ യൂണിഫോം. യെസ്, കറക്റ്റ്. യൂണിഫോം ആൻഡ് ID കാർഡ് നിർബന്ധമാണ്. വീഡിയോയിൽ കാണുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ ന്യൂലി ജോയിൻലി ഓർ ഔട്ട്സോഴ്സ്ഡ് ടെക്നീഷ്യൻ ആയിട്ടാണ് തോന്നുന്നത്. കമ്പനി ഓരോ ടെക്നീഷ്യൻസും ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് എംപത്തിക് ട്രെയിനിങ് നിർബന്ധമാക്കി കൊടുക്കുന്നു. ശേഷം മാത്രമേ ഫീൽഡിൽ കംപ്ലയിൻസ് ഓർ ഇൻസ്റ്റലേഷൻ വർക്കിന് വിടാറുള്ളൂ. ഒന്നെങ്കിൽ ഈ വ്യക്തിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാകില്ല. 1-2 ആൾക്കാർ ചെയ്യുന്ന മണ്ടത്തരത്തിന് സാംസങ്ങിനെ സർവീസ് മൊത്തത്തിൽ ഫെയിലിയർ ആണെന്ന് പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. സത്യം, അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ സാംസങ്ങിനെ മൊത്തത്തിൽ അടച്ചു പറഞ്ഞല്ലോ. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ നിന്നത് മാരുതിയിലാണ്. ഞാനൊരു മാരുതി ടെക്നീഷ്യനായി, അത് കഴിഞ്ഞ് സർവീസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ഒരു കംപ്ലയിൻറ്റ്, എൻ്റെ മാരുതി സെലീറിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സെലീറിയക്ക് കംപ്ലയിൻറ്റ് വന്നാൽ ഞാൻ കുറ്റം പറയുന്ന മാരുതിയിലെ കുറ്റം പറയത്തുള്ളൂ. അല്ലാതെ ഓരോ സർവീസിൻ്റെ പേര് പറഞ്ഞ് ഞാൻ കുറ്റം പറയത്തില്ല. സർവീസ് സെൻറ്ററിൻ്റെ പേരിലും കുറ്റം പറയാൻ ചാൻസ് കുറവാണ്. പറയുന്നതോ മാരുതി കിട്ടേ പറയത്തുള്ളൂ. എന്ന് പറഞ്ഞ് മാരുതി മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയത്തുള്ളൂ. അതും നല്ലൊരു കാര്യമാണ്. അത് പറഞ്ഞിരിക്കുന്നത് അശ്വിനാണ്. അടുത്ത ഒരാളുടെ കൂടെ ഞാൻ വായിക്കാം. ബിബിൻ എന്ന് പറഞ്ഞ ആൾ. സാംസങ് മാത്രമല്ല എല്ലാ കമ്പനിയും ഇപ്പം കാസ്റ്റേണാണ്. ഇത് ഇട്ട സീൻ ഉള്ള കാര്യം ഒന്നുമല്ല. ഇനി വല്ലപ്പോഴും ആ ഡ്രം ക്ലീനിങ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരൂലല്ലോ. വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടി അവരുടെ ഫേസ് കാണിച്ച് വീഡിയോ ഇട്ട് തന്തയില്ലായ്മയായിപ്പോയി. ഓക്കെ, ബിബിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീട്ടിലാണ് ഞാൻ സംഭവം നടന്നത്. അതായത് എൻ്റെ വീട്ടിൽ, എൻ്റെ പേഴ്സണലായിട്ടുള്ള, ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും. കേട്ടല്ലോ. പിന്നെ ഈ വന്ന ആൾക്കാർ സാംസങ്ങിൽ നിന്ന് വന്നതാണോ, എവിടെ നിന്ന് വന്ന, ഏത് കുദാമിൽ നിന്ന് വന്നതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീഡിയോ എടുക്കും എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ കാണിക്കും. ഓക്കെ,
ബിബിൻ മാണി ജോസഫിനോടാണ് ഞാൻ ഈ പറയുന്നത്. ബിബിൻ മാണി ജോസഫിനോടാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഞാൻ വീഡിയോ എടുക്കും, കേട്ടല്ലോ. പിന്നെ ഇത് കമ്പനി വന്ന് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി വേണമെങ്കിൽ നന്നാക്കാമായിരുന്നു, കുഴപ്പമില്ല, ഞാൻ കാണത്തില്ലായിരുന്നു. എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ കാണുന്ന രീതിയിൽ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനിയും ചെയ്യും. കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തയാൾ, ഇവർ ഏത് സർവീസ് സെൻറ്ററിൽ നിന്നാണ് വന്നത്? സാംസങ് ആണെന്ന് പറയുന്നു. അതെ, കാരണം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തത് സാംസങ്ങിലായിരുന്നു. നമ്മൾ ഒരു കംപ്ലയിൻറ്റ് ചെയ്തതെന്ന് ഉദ്ദേശിക്കുന്നത്, ഞാനൊരു കംപ്ലയിൻറ്റ് ഇത് വന്ന സമയത്ത് രജിസ്റ്റർ ചെയ്തത് സാംസങ്ങിലാണ്. സാംസങ് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. യൂസർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിലായിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത്, അല്ലാതെ വരുന്ന ആളുകളെ ജോലി പഠിപ്പിക്കുക അല്ല വേണ്ടത്. ഓക്കെ, അതിൽ ഞാൻ മറുപടി പറഞ്ഞുതരാം. കാരണം അത് നല്ലൊരു ചോദ്യമായിരുന്നു കേട്ടോ. വന്ന ആൾക്കാരെ മറുപടി പറയാം. ഈ കസ്റ്റമർ കെയർ ഇരിക്കുന്ന ആർക്കാ പണി അറിയാമെന്നൊന്ന് പറഞ്ഞു തരാമോ? കസ്റ്റമർ കെയർ ഇരിക്കുന്ന ലേഡീസ് മാത്രമായിരിക്കും. അവർക്ക് നട്ട് എന്താണെന്ന് അറിയത്തില്ലായിരിക്കും, ബോൾട്ട് എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. എല്ലാ സ്ഥലങ്ങളിലും കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന ആൾക്കാർ ലേഡീസ് ആയിരിക്കും. ഒരു 99%, 1% വേറെ ആൾക്കാർ കാണും. ഓക്കെ, 99%. എത്ര കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കംപ്ലയിൻറ്റോ പണിയോ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് അവർ ആളെ വിടുമായിരിക്കും. ഈ ഇത്രയും സ്ക്രൂ ഇട്ടിട്ടില്ലെന്നുള്ള ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടാണല്ലോ അവരറിഞ്ഞത്, അല്ലേ? അപ്പം ഞാനിത് അറിയുന്നത് എങ്ങനെയാണ്? ഞാൻ നോക്കിയതുകൊണ്ട്. എത്ര പേര് ഇതുപോലെ നോക്കും? ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പം ഞാൻ ഈ പണി അറിയാവുന്നൊരു വ്യക്തി ആയതുകൊണ്ടും ഞാൻ നോക്കിയതുകൊണ്ടും എനിക്ക് ഈ കാര്യം കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇത് ബാക്കിയുള്ളവർ നോക്കിയില്ലെങ്കിലോ? ഞാൻ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഇവിടെ എത്രയോ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇതുപോലെ നോക്കിയിരുന്നെങ്കിൽ ഇവർക്ക് ഇത്രയും കണ്ടും വളവാകുമായിരുന്നു. നാളെ ഒരാൾ ഇതുപോലൊരു കംപ്ലയിൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെക്ക് ചെയ്യുന്നത്? എല്ലാം ക്ലിയർ ആണോ നോക്കിയിട്ടേ പോകത്തുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് മനസ്സിലാവും അവർ ചെയ്യേണ്ട കാര്യം വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും എന്ന് മനസ്സിലാകണം. ഇതെന്താ, എന്തേലും കാണിച്ചിട്ട് പോയാൽ മതി, ആരും നോക്കാനാ? ഈ ഒരു ചിന്താഗതി നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും നല്ലത്. ഓക്കെ, അടുത്തത് റാറ്റ്മെഷ് എന്നൊരു പാർട്ടുണ്ട്, പേര് മാത്രമേ ഉള്ളൂ. എനിക്ക് സിമ്പിളായി കട്ട് ചെയ്യാം, എന്തൊരു ദുരന്തമാണ്. ഓക്കെ, ഞാൻ ഏതായാലും ചെയ്തിട്ടില്ല, ഐ ഡോണ്ട് നോ. ഏതായാലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളത് പറയണം. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനത് മനസ്സിലാക്കി. റാറ്റ് മെഷ് ശരിക്കും പറഞ്ഞാൽ എലി കയറാതിരിക്കാൻ വേണ്ടി വെക്കുന്നത്. നല്ല മെഷാണെങ്കിൽ ഒരു കാരണവശാലും കട്ട് ചെയ്തില്ല. റാറ്റ് മെഷൊക്കെ ശരിക്കും പറഞ്ഞാൽ AC വെൻറ്റിൻ്റെയൊക്കെ അവിടെ നോർമലി നമ്മൾ വെക്കുന്നതാണ്, കട്ട് ചെയ്ത് ഒരു കാരണവശാലും എലി കയറാതിരിക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല. നല്ലതാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യപ്പെടുകയാണല്ലോ. കൈൻഡ്ലി മെൻഷൻ ദെയർ ഇഷ്യൂസ് ഇൻ ദെയർ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽസ്, ദേ വിൽ റെസ്പോൺസ് സൂൺ. നല്ല കാര്യം. അതിനുമുമ്പ് റെസ്പോൺസ് വന്നായിരുന്നു കേട്ടോ. ഇതുപോലത്തെ ഒരു അനുഭവം, അടുത്താണ് ഞാൻ വായിക്കുന്നത്. ഇതുപോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി. 2 ചെറിയ പിള്ളേരാണ് എൻ്റെ സാംസങ് വാഷിംഗ് മെഷീന് ഇൻസ്റ്റാൾ ചെയ്യാൻ വീട്ടിലെത്തിയത്. ഡെമോയുടെ ഭാഗമായി അവർ എനിക്ക് പറഞ്ഞു തന്ന പല വിവരങ്ങളും തെറ്റാണെന്നും അവർ തന്നെയാണ് സർവീസ് ചെയ്യാൻ വരുന്നതെങ്കിൽ വാഷിംഗ് മെഷീൻ കാര്യം തീരുമാനമാകും. കൊള്ളാം. ഇതിപ്പം നിങ്ങൾക്കിതെല്ലാം കേൾക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എത്ര പേര് വൃത്തിയായിട്ട് ചെയ്യുന്നു. ഇപ്പം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ നടന്നൊരു കാര്യം ഞാൻ മറച്ചു വെച്ച്, അല്ലെങ്കിൽ ഞാൻ എൻ്റേതായ രീതിക്ക് ഹലോ കസ്റ്റമർ കെയർ അല്ലേ, ഒന്ന് വന്ന് നോക്കാവോ, എൻ്റെ 2 സ്ക്രൂവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീർന്നതന്നെ. സത്യമാണ്. ബാക്കിയുള്ളവർ അറിഞ്ഞില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല എന്ന് പറയുന്നവരോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇത് 10 പേര് അറിഞ്ഞുകൊണ്ട് ഈ 10 പേരെങ്കിലും നാളെ അവരുടെ വീട്ടിലൊരു വാഷിംഗ് മെഷീന് കംപ്ലയിൻറ്റ് വരുമ്പോൾ ഉറപ്പായിട്ടും നോക്കും, 100% നോക്കും. ഒരു തെറ്റുമില്ലാതെ നോക്കിയിരിക്കും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇത് ആരും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനത് എല്ലാവരോടും പറഞ്ഞത്, എല്ലാവരും അറിയണം. അടുത്തത്, കേരളത്തിലെ കസ്റ്റമേഴ്സ് പട്ടിവില എന്നായിരിക്കും, പട്ടിവില നശിച്ച നാട്, നോട്ട് ഗുഡ് ഫോർ ലിവിങ്. ഓക്കെ, ഓട്ടോറിറ്റീസ്, അത് കുഴപ്പമില്ല, പോട്ടെ, പേഴ്സണലായിട്ട് നമുക്ക് എടുത്ത് വിട്ടേക്കാം. അടുത്തയാൾ, ഐ ഓൾസോ ഹാവ് എൻ എക്സ്പീരിയൻസ് വിത്ത് മൈ ബൈക്ക് സർവീസ്. നല്ലൊരു കാര്യം, ബൈക്കിൻ്റെ കാര്യം വരുന്നുണ്ട്. ദേ ഹാഡ് നോട്ട് ഡൺ ദ എയർ ഫിൽറ്റർ ക്ലീനിങ് വിച്ച് ദേ വെയർ മെറ്റ് ടു ഡു ഇൻ ദാറ്റ് സർവീസ്. For some reasons, I had to remove the seat and found that they had not even touched the area because the dust was intact in the area with not even a sign of removing any screw. When I asked them the next day, they told they had forgotten to do it. I sometimes even doubt whether they have changed the oil itself. What to do? It seems like we have to learn everything ourselves in order to survive in the world now. 100%. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, വാഹനത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കൂടുതലും എടുത്ത് കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. നമുക്ക് കുറച്ച് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എഞ്ചിൻ ഓയിൽ എടുത്ത് നോക്കി ഓയിൽ മാറിയ കണ്ടീഷനാണോ അല്ലേന്ന് അറിയാൻ സാധിക്കണം. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കാൻ അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത്, കമ്പനിക്ക് ക്യാഷ് അല്ലേ ബ്രോ വേണ്ടത്, നമ്മളൊക്കെ ക്യാഷ് മുടക്കുന്ന പാവങ്ങൾ, അത്രയേ ഉള്ളൂ. ആ ചിന്ത നമ്മൾ മാറ്റണം.
നമുക്കും വോയിസ് ഉണ്ട്. നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനമാണെങ്കിൽ നമുക്ക് വോയിസ് ഉണ്ട്. നമുക്ക് വെറുതെ കിട്ടുന്ന സാധനമാണെങ്കിൽ ഞാൻ പറയത്തില്ല. ഇനി അത് തന്നെ ആ പുള്ളി തന്നെയാണ് അവരോട് ചോദിച്ചത്. ഇതൊക്കെ ആണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. നോ പ്രൊഫഷണലിസം 100%. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനും സർവീസ് ഫീൽഡിൽ നിന്നൊരു വ്യക്തിയാണ്. ഞാൻ കസ്റ്റമറോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെടുകയല്ല ചെയ്യുന്നത്. അവർ 10 വട്ടം ചോദിച്ചാലും ചെയ്തിട്ടുള്ള കാര്യമാണ് ഇന്നതാണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിനകത്തുള്ള സ്ക്രൂ എല്ലാം ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി എന്നാണെന്നറിയാം, ചേട്ടൻ വേണമെങ്കിൽ അഴിച്ചു നോക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അഴിച്ചു നോക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? സർവീസ് സാംസങ്ങിലെ സ്റ്റാഫാന്ന് പറയുന്നതിൽ എന്താ കാര്യം ഇരിക്കുന്നത്? നോ പ്രൊഫഷണലിസം. ഇറ്റ് സീംസ് ദേ ജസ്റ്റ് സെൻഡ് സം ലോക്കൽ മെക്കാനിക്സ് വിത്ത് ലിറ്റിൽ നോളേജ്. They don't even have the proper tools. We have to supply them with all those. In my opinion, the staff should be provided with all the tools and a uniform also with their logo. What to do? This is all that we get. Whatever money we have to spend on it, it is really shameful for a company like Samsung. Highly unprofessional. യെസ്, 100% ഞാൻ അംഗീകരിക്കുന്നു. അവരിപ്പോൾ ലോക്കലായിട്ട് കൊടുക്കുന്നു, ആർക്ക് ഏജൻസി കൊടുക്കുന്നു ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം സത്യമാണ്. അടുത്തൊരു കമൻറ്റ് നമുക്ക് നോക്കാം. ഞാനൊരു വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുന്ന ആളാണ്. മിക്കവാറും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന് ഡ്രമ്മിലും സ്പൈഡർ വന്നത് കാസ്റ്റ് അയൺ ആണ്. ഇത് കമ്പനിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഈ സ്പൈഡർ ചേഞ്ച് ചെയ്യുന്നതിന് 9,000 റേറ്റ് ഒന്നുമില്ല, കൂടിപ്പോയാൽ 5,000 എന്നാണ് ഞങ്ങൾ വാങ്ങുന്നത്. അത് അലുമിനിയം ഇട്ട് ചെയ്യുമ്പോൾ. യെസ്, അലുമിനിയം ഇട്ട് ചെയ്യുന്ന സമയത്ത് ഇത് 9 എന്നുള്ളത് എനിക്ക് തോന്നുന്നു 7,900 8, പിന്നെ അവരുടെയൊക്കെ കോസ്റ്റോ സംതിങ് ഒക്കെ ആണെന്ന് തോന്നുന്നു. അത്രയും റേറ്റ് പറഞ്ഞെന്ന് തോന്നുന്നു. വോട്ടെവർ ഇറ്റ് ഈസ്, കുഴപ്പമില്ല. ഏതായാലും എനിക്കത് ഫ്രീ ആയിട്ടാണ് മാർക്കറ്റ്, വാറണ്ടി പീരീഡ് ആയിരുന്നു, ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓതറൈസ്ഡ് സർവീസ് ആണെന്ന് തോന്നുന്നില്ല, യൂണിഫോം ഇല്ല, ID കാർഡ് ഇല്ല. പലരും പറയുന്ന ഒരു കാര്യമാണ്. അഖിൽ കുമാറാണ് ചോദിച്ചത്, നീ അതും വിറ്റ് കാശാക്കിയില്ല, പിന്നെ എന്തിനാ അവരുടെ മുഖം കാണിച്ചത്? മൈ മോനെ തെറിയാണ്. ഓക്കെ, ഇതിൽ ഞാൻ അഖിൽ കുമാറിനോട് ഞാനൊന്ന് ചോദിക്കുകയാണ്, ഇത് വിറ്റ് കാശാക്കിയോ എന്നുള്ളതല്ല, ഇത് എത്ര പേര് അറിഞ്ഞു എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. വിറ്റ് കാശാക്കാൻ ഞാൻ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ഇത് എല്ലാവരും അറിയണമെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങനെ കാണിക്കരുത്. ഇവരുടെ കൂട്ടത്തിലുള്ള ആളാണോ എന്ന് എനിക്കറിയത്തില്ല, ഇനി ഇവരിൽ ഒരാളാണോ എന്നും എനിക്കറിയത്തില്ല. ഇത് കമൻറ്റ് ഇട്ട് എന്താണെങ്കിലും ആ മോൻ എനിക്കിഷ്ടപ്പെട്ടു, നല്ല മോൻ, അഖിൽകുമാർ മോൻ കൊള്ളാം, നല്ല മോനാണ്. അപ്പം അഖിൽകുമാർ മോനോട് എനിക്ക് പറയാനുള്ളത്, വിറ്റോ വിൽക്കാതെയോ 10 പേര് ഇത് അറിയണം, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞ് അവർ ഷെയർ ചെയ്യണം. നിങ്ങളിൽ കാണുന്ന ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടില്ല, ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്, കണ്ടിരിക്കണം, കണ്ടത് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കണം. 10 പേര് അറിയട്ടെ. കാരണം നിങ്ങളുടെ വീട്ടിലും നാളെ ഇതുപോലെ വാഷിംഗ് മെഷീൻ നന്നാക്കാൻ വരും, ഫ്രിഡ്ജ് നന്നാക്കാൻ വരും, എന്ത് നന്നാക്കാൻ വരുന്ന സമയത്തും അവരെല്ലാം വർക്ക് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. കാശ് മേടിച്ചാൽ മാത്രം പോരല്ലോ. ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കും, അതിന് 3 വർഷം വാറണ്ടി തരുന്നുണ്ടെങ്കിൽ ആ വാറണ്ടിക്കും കൂടെയുള്ള പൈസ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ അവരുടെ ഓസിന് തരുന്നതൊന്നുമല്ല, അല്ലാതെ വെറുതെ കിട്ടുന്നതൊന്നുമല്ല, കാശ് കൊടുത്ത് തന്നെയാണ് നമുക്ക് ആ വാറണ്ടി തരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം തരുന്ന ആൾക്കും ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസയ്ക്കും വിലയുണ്ട്. ഓക്കെ, ഇനി അടുത്ത വായിക്കാം. അഖിൽകുമാർ മോനോട് പറയാനുള്ള പറഞ്ഞു. ഇനി അടുത്ത് കംപ്ലയിൻറ്റ് ഇല്ലെന്ന് തീർത്തേച്ചും പോയി, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെന്ന് തീർത്തേച്ചും പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫീഡ്ബാക്ക് കോളിൻ്റെ ആവശ്യം വരുന്നില്ല. ഹലോ സാറേ, സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയാണോ? ഈ ചോദ്യത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല, അത് വേറെ കാര്യം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, അന്നേ സമയം തന്നെ ഇവിടെ വൃത്തിയായിട്ട് ക്ലിയർ ആക്കി പോയിരുന്നെങ്കിൽ ഇവർക്ക് പിന്നെയും ഒരു തവണയും കൂടെ വരണ്ടായിരുന്നു. ഈ വ്യക്തി ഇവിടെ പിന്നെയും വന്നു ഈ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സമയമില്ല, അവരെനിക്ക് വിളിക്കുക പോലും ചെയ്യാതെയാണ് പിന്നെയും വന്ന് എന്നെ കാണുന്നത്. ഞാൻ അന്നൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ സമയമില്ല, അടുത്ത ദിവസം വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ തിരിച്ചു വിട്ടു. അവരെനിക്ക് അഴിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ അഴിക്കാനല്ലേ പറഞ്ഞു, അവരഴിക്കുമെന്നല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞല്ല, അവരഴിച്ച് കാണിച്ചു തരാം, ഇതിനകത്ത് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാം, ഞാൻ നോക്കാൻ റെഡിയാണ്. പക്ഷേ അതൊരു വീഡിയോ എടുക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ആ ഒരു വീഡിയോ കൂടെ വരും കേട്ടോ, ഉറപ്പായിട്ടും. അവർ പൊളിച്ച് കാണിക്കുന്നതിൻ്റെ അന്ന് ഞാൻ അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മുടെ ചാനലിൽ വീഡിയോ വന്നിരിക്കും. ഉറപ്പായിട്ടും പറയുകയാണ്, വീഡിയോ വന്നിരിക്കും. അടുത്തയാൾ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടണം, അല്ലാതെ സർവീസിന് വരുന്ന ആളുകളുടെ വീഡിയോ എടുത്ത് ഇങ്ങനെ പബ്ലിഷ് പാടില്ല. അവർക്കും ഉണ്ടാകും മാനസിക സമ്മർദ്ദം. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവർ ചെയ്ത സർവീസ് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുക. നല്ലൊരു കാര്യമാണ്. ശരി, ഓക്കെ, ഞാൻ ഇതിനകത്തൊരു കാര്യം പറയാം. ഞാൻ വീഡിയോ എടുക്കുന്നത് ആ വ്യക്തി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഞാനത് വളരെ കാര്യമായിട്ട് ആ ക്യാമറ, അതായത് ഈ ഫോൺ വെച്ച് തന്നെയാണ് ഞാൻ ആ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ വ്യക്തി ഇവിടെ വന്നപ്പോൾ എന്നോട് ഇത് പറഞ്ഞായിരുന്നു, വീഡിയോ എടുത്ത് അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു കണ്ടു,
പക്ഷേ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നിട്ടും എന്തിനാണ് ഈ ഡയലോഗ് എന്നോട് പറയുന്നത്? ചേട്ടൻ വേണമെങ്കിൽ അഴിച്ചു നോക്കും. ഞാൻ വളരെ വ്യക്തമായിട്ടാണ്, എന്നോട് വളരെ മര്യാദയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ചേട്ടാ ഞങ്ങൾ അഴിച്ച് കാണിക്കാം, ചേട്ടാന്ന് പോലും വിളിക്കണ്ട, രാകേഷ് ഞാൻ അഴിച്ച് കാണിക്കാം, എന്നാലും കുഴപ്പമില്ല. ഇതൊന്നുമല്ല ഞാൻ കേട്ട, ചേട്ടൻ വേണമെങ്കിൽ അഴിച്ചു നോക്ക്. ആ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉള്ളത് പറയാലോ, ആ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് പറയുന്ന പോലെ കസ്റ്റമർ കെയറിനെ വിളിച്ചതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു റെസ്പോൺസും പലപ്പോഴും ഉണ്ടാകാറില്ല. എത്ര പേര് ഇതിനോട് യോജിക്കുന്നു ചോദിച്ചാൽ എനിക്കറിയത്തില്ല. യോജിക്കുന്നവർ യോജിക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അത് വള്ളി കസ്റ്റമർ, അവിടെ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞാൽ നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഇതുപോലെ കുറേ പ്രശ്നങ്ങളും ഇതിനകത്തുമുണ്ട്. ഇതിപ്പോൾ 10 പേര് അറിഞ്ഞുകൊണ്ട് അവർ ഓടി വന്നു, ഇതാരും അറിഞ്ഞില്ലായിരുന്നെങ്കിലോ, ഓ അവിടെ പോകണ്ട, അവൻ വള്ളി അത് തന്നെ കേൾക്കും, ഉറപ്പാണ്. പക്ഷേ എല്ലായിടത്തും ഞാനിങ്ങനെയല്ല. നമ്മളോട് മര്യാദ കാണിക്കുകയാണെങ്കിൽ തിരിച്ച് 100% അതിൽ കൂടുതൽ മര്യാദ തിരിച്ച് കാണിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നോട് മര്യാദകേട് കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചും അതുപോലത്തെ മര്യാദകേട് കൊടുക്കാൻ എനിക്കറിയാം. ഓക്കെ, അടുത്തൊരു കമൻറ്റ് കൂടെ ഞാൻ നോക്കാം. 6 മണിക്കൂർ കൊണ്ട് ഞാൻ പ്രിൻ്റർ ടെക്നീഷ്യനായി, 3 മണിക്കൂർ കൊണ്ട് ലാപ്ടോപ്പ് ടെക്നീഷ്യനായി. അതിനെ അറിയത്തില്ല. ഏതായാലും ഇത്രയും പെട്ടെന്നൊക്കെ ആകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിലൊന്നും അല്ല കാര്യം. നമുക്ക് എക്സ്പീരിയൻസ് ഒരു വലിയ കാര്യമാണ് ഇതിനകത്ത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാലും അറിയാൻ മേലാത്ത കാര്യം ചോദിക്കാം. ഇപ്പം നമ്മളെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നു, എല്ലാവരും ശരി ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ആസ് യൂഷ്വൽ നമ്മളൊക്കെ മനുഷ്യരാണ്, തെറ്റുണ്ടാകാം. അഡ്മിറ്റ് ചെയ്യുക, തെറ്റ് പറ്റിപ്പോയെന്ന് സമ്മതിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു തെറ്റ് പറ്റിയാൽ ചിലപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറച്ചേറെ ദൂരം നടക്കേണ്ടി വരും. അത് നടന്നാണെങ്കിലും തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഏതായാലും ഇനിയും ഒരുപാട് കമൻറ്റ്സ് ഇതിനകത്തുണ്ട്. ഒരുപാട് പേര് ഇതിപ്പം വായിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ഇന്നെങ്ങും തീരത്തില്ല. അതുപോലെ കംപ്ലയിൻസ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് സാംസങ് റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് കംപ്ലയിൻസ്. ഇതിപ്പം ഇരുന്ന് വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഈ വീഡിയോ, അതായത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഇട്ടിരിക്കുന്ന വീഡിയോക്കകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ വീഡിയോയും കാണാൻ സാധിക്കും, അതിനകത്തുള്ള കമൻസും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. കുറച്ച് കമൻസ് ഞാൻ വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവരെ സപ്പോർട്ട് ചെയ്യുകയോ ഇല്ലയോ ഇതൊന്നും എൻ്റെ ഒരു പ്രശ്നമല്ല. എല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾക്ക് നാളെ ഒരു പണി കിട്ടില്ല, അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം പണി മേടിക്കാനാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വേണം മേടിക്കാം. ഒരാളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് ചെയ്യുന്നത്. നാളെ അവർ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ട അവർ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു പ്രശ്നം നാളെ നമുക്കൊരു വലിയ പ്രശ്നമാകും എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ചെയ്യുന്നൊരു വർക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതിലൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്ത് പോവുക. സമയം വേണ്ടതാണെങ്കിൽ സമയം വേണ്ടതെന്നാണ് ചോദിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ പറയുക. ഇതിപ്പോൾ ഇതൊന്നുമല്ല, മറച്ച് വെച്ചേച്ചും പോകും. അതായത് ഈ വാഷിംഗ് മെഷീൻ നേരെ ബാക്കിലോട്ട് തിരിച്ച് തള്ളി വെച്ചേച്ചൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നതിന് എല്ലാം കഴിഞ്ഞുവെന്ന്. ഞാൻ ആരാമോ നേരെ വന്ന് തിരിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അതിൻ്റെ ബാക്ക് സ്ക്രൂ ഇല്ല. അന്നേരം ഫോട്ടോ എടുത്തു, ഞാൻ അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. അവർ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞു, സ്ക്രൂ ഓഫീസിലുണ്ടോ എന്ന് നോക്കട്ടെ, നേരത്തെ അഴിച്ച ആൾക്കാരെ എവിടെ വെച്ചതെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അവരുടെ അത്രേ ഉള്ളുമായിരുന്നു. ഞാൻ പറഞ്ഞു, ആ വന്ന ആൾക്കാരാണ് ഇത് ആദ്യമായിട്ട് അഴിക്കുന്നത്, അല്ലാതെ അതിനു മുമ്പ് ഈ വാഷിംഗ് മെഷീൻ തൊട്ടിട്ടില്ല. 2.5 വർഷമായിട്ട് ഈ വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ ഓടുന്ന, ഒരു കാര്യം ഒന്നും ചെയ്തിട്ടില്ലാതെ തന്നെ. പിന്നെ ഇത് ആരഴിക്കാനാണ്? സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇനി എന്തെങ്കിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ കാര്യങ്ങളും ചെയ്യുന്നല്ല, എല്ലാവരും മനസ്സിലാക്കണം. അതിപ്പോൾ സാംസങ് ആണെങ്കിലും LG ആണെങ്കിലും IFB ആണെങ്കിലും ഏത് കമ്പനിയുടെ ആണെങ്കിലും നിങ്ങൾക്കൊരു സർവീസ് റിലേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ വീട്ടിലുള്ളൊരു മെഷീൻ അത് എന്തായിക്കോട്ടെ അത് സർവീസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കൂടെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ മെഷീന് നല്ലതായിരിക്കും.